ഹായ്, എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. അപ്പോൾ നമ്മുടെ ഈ പറകിലത്തെ ഭാഗമില്ലേ, ഞാൻ പറഞ്ഞ പിന്നെ കണക്കിൽ പെടാത്ത ഭാഗങ്ങൾ അതൊക്കെ പയ്യന്മാർ നന്നായിട്ട് പൊളിച്ചടുക്കി തന്നിട്ടുണ്ടായിരുന്നു. കണ്ട, എല്ലാം എ ടു സെഡ് അവർ പൊളിച്ചെടുക്കുന്നത്. ഇത് പിന്നെ വാട്ടറുണ്ടായിരുന്നു, അത് ആ വാട്ടറിൻ്റെ ഭാഗമൊക്കെ അവർ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വരുന്നത് നമ്മുടെ ഈ അടുക്കള ഭാഗത്ത്. ഇനിയിപ്പോൾ അത് അടുക്കളയാക്കണം ഭാവിയിൽ. അപ്പോൾ അതിൻ്റെ പാതകം കുഴിക്കാണ്ട് വരുന്ന ഹിറ്റാച്ചിയാണ്. ഞാൻ ആദ്യമായിട്ട് ഇത്രയും ചെറിയൊരു ഹിറ്റാച്ചീനെ കാണുന്നു. ചോദിച്ചപ്പോൾ ഇതിനേക്കാളും ചെറിയ ഹിറ്റാച്ചിയൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നു. എന്തായാലും കണ്ടതിൽ സന്തോഷം അല്ലേ. ഇത് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുനട്ട പിന്നെ എന്താ പറയുക, ബട്ടർ ഫ്രൂട്ടാണ്. ഏകദേശം ഒരു 9 വർഷമായി. എൻ്റെ അമ്മ കിട്ടുന്ന അവസരത്തിൽ ഒന്നും പറയണ്ട, ഈ ആക്രിയെല്ലാം പറക്കി വെക്കുന്നത്. ഈ എന്താ പറയുക, സിമെൻറ്റിൽ ബാത്റൂമിനെല്ലാം വെച്ച് സ്ലാബിനൊക്കെ വെച്ച സിമെൻറ്റില്ലേ, അതൊക്കെ അമ്മ അടിപൊളിയായിട്ട് പെറുക്കിയിട്ട് ഒരു സൈഡിൽ വെക്കുന്നുണ്ട്. അങ്ങനെ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. മാന്താൻ തുടങ്ങി, ഹിറ്റാച്ചിനെ കൊണ്ട് മാന്താൻ തുടങ്ങി. മണ്ണ് മാന്തി യന്ത്രം അല്ലേ. അപ്പം അങ്ങനെ പാതകം എടുത്തുകൊണ്ടിരിക്കുകയാണ്. പാതകത്തിന് കുഴിച്ചുകൊണ്ടിരിക്കുക. നേരെ ഇതിൻ്റെ മുകളിലൊക്കെ ഇടുന്നത്. ഓക്കെ, സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. ഞാനൊരു സൈഡിലേക്ക് മാറി നിൽക്കുന്നു. പിന്നെ ഞാൻ എൻ്റെ ഒരു ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻഡോമെട്രിയോസിസ് എന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി അറിയില്ല, പരിശോധിക്കാൻ വേണ്ടിയിട്ട് ബോഡിയൊക്കെ ഫിറ്റാണെന്ന് നോക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഏട്ടൻ ബാംഗ്ലൂരുണ്ട് അത്രേ. അങ്ങനെ മണ്ണ് മാന്തി ഇടുന്നുണ്ട്. സത്യത്തിൽ ഇതിപ്പോൾ ഒരു 5-6 ദിവസത്തെ പണിയൊക്കെയാണ്. ചിലപ്പോൾ ഈ മണ്ണ്, പ്രത്യേകിച്ച് നമ്മളെ മലയാളികൾ പിന്നെ മണ്ണ് മാന്തി എടുക്കുമ്പോൾ എന്താ പറയുക, അവർ സമയം ദീർഘിപ്പിച്ചിട്ട് അല്ലേ ദിവസങ്ങൾ കൂട്ടും. മണ്ണ് മാന്തിയാകുമ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് അങ്ങ് തീർന്നു. ഒന്നര മണിക്കൂർ അങ്ങോട്ട് എടുത്തെന്ന് തോന്നി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. മണിക്കൂറിന് എത്ര, 1000 രൂപ 1200 രൂപ അങ്ങോട്ട് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, പണി വേഗം നടന്നു കിട്ടുമല്ലേ. പിന്നെ ഇത് പൊളിച്ച് നീക്കുമ്പോൾ തന്നെ കുറച്ചൊരു സമാധാനമുണ്ട് കേട്ടോ. ഈ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സാണെന്നല്ലോ വലുതല്ലേ, വേറെ എന്തിനേക്കാളും. കോൺഫിഡൻസ് എന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു ലെവലാണ്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴായാലും. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ പുറകുവശം ഇങ്ങനെ ഈ എന്താ പറയുക, കന്നിമൂലക്ക് ബാത്റൂമൊക്കെ ആയതുകൊണ്ട് കോൺഫിഡൻസ് വളരെ കുറവായിരുന്നു. ഇപ്പോൾ ഇത് പൊളിച്ച് അടുക്കിയപ്പോഴാണ് എന്താ പറയുക, ഞങ്ങൾക്കൊക്കെ ഒരു സമാധാനമായത്. ഇനി ഇതിൻ്റെ ബാക്കി പണി എന്ന് പറയുന്നത് അറിയാലോ, ഇത് തറ കെട്ടിയിട്ട് ഇതിൻ്റെ സാക്ഷാലിൻ്റെ അളവ് മാറ്റിയിട്ട് കറക്റ്റാക്കുക. എന്നിട്ട് ഈ അമ്മയുടെ റൂമിലത്തെ ബാത്റൂമും എന്താ പറയുക, കന്നിമൂലൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ അളവ് മാറ്റണമെങ്കിൽ ഇത് പൊളിച്ചിട്ട് സാക്ഷാലിനോട് കൂട്ടിച്ചേർത്തിട്ട് സാക്ഷാലിൻ്റെ അളവ് ദീർഘിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത്. വിശ്വാസം അതല്ലല്ലോ അല്ലേ, എല്ലാവർക്കും ഇങ്ങനെയാണ്. എല്ലാവർക്കും ഓരോ വിശ്വാസം ഉണ്ടാവും. അവരവരുടെ വിശ്വാസം അവരവർ രക്ഷിക്കട്ടെ അല്ലേ.